എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാനയർപ്പണവുമായി ബന്ധപ്പെട്ട് അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വ്യത്യസ്ത നിലപാടുകളുള്ള അൽമായരുടെയും വൈദികരുടെയും പ്രതിനിധികളുമായി ചർച്ച നടത്തുകയുണ്ടായി. ചർച്ചയുടെ വെളിച്ചത്തിൽ സ്വീകരിച്ച മാർഗരേഖ വ്യക്തമാക്കുന്ന പുതിയ സർക്കുലർ പുറത്തിറക്കി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാംബ്ലാനിയും. സർക്കുലറിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. 2024 ജൂൺ 14-19 തീയതികളിൽ ചേർന്ന മെത്രാൻ സിനഡിന്റെ തീരുമാനങ്ങളും ജൂലൈ 1 നൽകിയ വിശദീകരണ കുറിപ്പും ആധാരമാക്കിയാണ് ഈ മാർഗരേഖ തയ്യാറാക്കിയത്. ഞായറാഴ്ചകളിലും കടമുള്ള മറ്റു ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കുന്നത് സിനഡ് തീരുമാനത്തോടുള്ള അനുസരണത്തിന്റെ അടയാളമായി മനസ്സിലാക്കും എന്നതായിരുന്നു ഈ സിനഡ് രേഖകളുടെ അന്തസത്ത. അതിനാൽ ഈ തീരുമാനത്തെ ആരുമായുമുള്ള സമവായമായല്ല, മറിച്ച് അജപാലന സാഹചര്യങ്ങൾ പരിഗണിച്ച് സമാധാനത്തിനായുള്ള സുചിന്തിതമായ സിനഡ് തീരുമാനമായാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്രകാരം രൂപപ്പെടുത്തിയ മാർഗരേഖ സഭയുടെ സ്ഥിരം സിനഡിന്റെ യോഗങ്ങളിൽ വിശദമായി ചർച്ച ചെയ്തു. തുടർന്ന് സ്ഥിരം സിനഡിന്റെ അംഗങ്ങളും പൊന്തിഫിക്കൽ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലുമായി 24/3/2025 ഈ മാർഗരേഖ ഓൺലൈൻ മീറ്റിംഗിൽ ചർച്ച ചെയ്യുകയുണ്ടായി. തുടർന്ന് 2025 മെയ് മാസം 10-ാം തീയതി സഭയുടെ സ്ഥിരം സിനഡ് അംഗങ്ങളും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രീഫെക്ട് അഭിവന്യ കർദിനാൾ ക്ലൗദിയ ഗുജറോത്തി പിതാവും കാര്യാലയത്തിലെ മറ്റ് ഔദ്യോഗിക അംഗങ്ങളുമായി ഓൺലൈൻ മീറ്റിംഗിൽ ഈ മാർഗരേഖ വിശദമായി ചർച്ച ചെയ്തു. ഈ മാർഗരേഖയുടെ വിശദാംശങ്ങൾ അതിരൂപതയിലെ വൈദിക സമിതി അംഗങ്ങൾ, ഫൊറോന വികാരിമാർ, ആലോചന സമിതി അംഗങ്ങൾ എന്നിവരുടെ സംയുക്ത സമ്മേളനത്തിലും തുടർന്ന് സമ്പൂർണ്ണ വൈദിക സമ്മേളനത്തിലും ചർച്ച ചെയ്യുകയുണ്ടായി. മേൽപ്പറഞ്ഞ കൂടിയാലോചനകളുടെ വെളിച്ചത്തിൽ പ്രശ്നപരിഹാരത്തിനായി രൂപപ്പെടുത്തിയ മാർഗരേഖയുടെ വിശദാംശങ്ങൾ താഴെ പറയുന്നവയാണ്. സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും ശ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നടപ്പിലാക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാനയർപ്പണം സീറോ മലബാർ സഭ മുഴുവനിലും മാറ്റമില്ലാതെ തുടരുന്നതാണ്. എന്നാൽ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും അർപ്പിക്കാൻ പ്രതിസന്ധികളുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവക ദേവാലയങ്ങളിൽ 2024 ജൂൺ 14-19 തീയതികളിൽ ചേർന്ന സിനഡ് അംഗീകരിച്ചതും ജൂൺ 21 പ്രസിദ്ധീകരിച്ചതുമായ സിനഡാനന്തര സർക്കുലറിലും ജൂലൈ 1 നൽകിയ വിശദീകരണ കുറിപ്പിലും അറിയിച്ചിരുന്നതുമായ നിർദ്ദേശം പാലിക്കേണ്ടതാണ്. അതിൻ പ്രകാരം ഞായറാഴ്ചകളിലും കടമുള്ള മറ്റു ദിവസങ്ങളിലും ഏകീകൃത രീതിയിൽ ഒരു വിശുദ്ധ കുർബാന അതിരൂപതയിലെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും അർപ്പിക്കേണ്ടതാണ്. ഈ ക്രമീകരണം 2025 ജൂലൈ മാസം 3-ാം തീയതി ദുഃഖ്രാന തിരുനാൾ മുതൽ ആരംഭിക്കണം. ഇപ്രകാരം ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന രാവിലെ 5:30-നും 10:30-നും ഇടയിലോ വൈകുന്നേരം 3:30-നും 6-നും ഇടയിലോ ആരംഭിക്കുന്ന രീതിയിൽ അർപ്പിക്കേണ്ടതാണ്. ഞായറാഴ്ചകളിൽ ഒരു കുർബാന മാത്രമുള്ള പള്ളികളിൽ രണ്ടാമതൊരു കുർബാനയായിട്ടോ ഒന്നിടവിട്ട ഞായറാഴ്ചകളിലെ കുർബാനയായിട്ടോ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാനയർപ്പിക്കേണ്ടതാണ്. വിശുദ്ധ കുർബാനയർപ്പണവുമായി ബന്ധപ്പെട്ട് സിവിൽ കേസുകൾ നിലനിൽക്കുന്ന ഇടവകകൾ ഉൾപ്പെടെ ഈ നിർദ്ദേശം പാലിക്കേണ്ടതാണ്. ഇപ്രകാരം ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇടവകകളിൽ പള്ളികളിൽ മാത്രം സിനഡ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്ന സമയം വരെ നിലവിലുള്ള കുർബാനക്രമം സാധുവായി തുടരാവുന്നതും ഞായറാഴ്ച കടത്തിന് പരിഹാരമാകുന്നതുമാണ്. ഏകീകൃത കുർബാനയർപ്പണ രീതിയെ സംബന്ധിച്ച് മേൽപ്പറഞ്ഞ ക്രമീകരണത്തിൽ സിനഡ് മാറ്റം വരുത്തുന്നതിനു മുമ്പ് സിനഡാത്മക സഭയുടെ ചൈതന്യത്തിൽ അതിരൂപതയിലെ കാനോനിക സമിതികളുമായി ആലോചന നടത്തുന്നതാണ്. എല്ലാ പള്ളികളിലും എല്ലാ കുർബാനകളിലും വിശുദ്ധ കുർബാനയുടെ തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ വചനവേദി ഉപയോഗിക്കേണ്ടതാണ്. നിലവിലെ സാഹചര്യത്തിൽ മേജർ ആർച്ച് ബിഷപ്പും അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയും അതിരൂപതയിലെ പള്ളികൾ സന്ദർശിക്കുമ്പോൾ ഏകീകൃത രീതിയിലാണ് വിശുദ്ധ കുർബാനയർപ്പിക്കുന്നത്. കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും ആത്മീയ ആവശ്യങ്ങൾക്കായി അതിരൂപതയിലെ ഇടവകകളിലെത്തുന്ന സഭയിലെ മറ്റു മെത്രാന്മാർക്കും ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാനയർപ്പിക്കുന്നതിന് സാഹചര്യം ഒരുക്കേണ്ടതാണ്. ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാനയർപ്പിക്കാനുള്ള സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ള നവവൈദികർ ഏകീകൃത രീതിയിൽ തന്നെ വിശുദ്ധ കുർബാനയർപ്പിക്കാൻ കടപ്പെട്ടവരാണെങ്കിലും അജപാലനപരമായ ആവശ്യങ്ങൾ പരിഗണിച്ച് ഈ കടമയിൽ നിന്ന് കാനൻ നിയമം അനുവദിക്കുന്ന പ്രകാരം ഒഴിവ് നൽകുക എന്നത് അതിരൂപത അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പിന്റെ വിവേചനാധികാരമാണ്.
തങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ഇടവകകളിലെ അജപാലന സാഹചര്യം ആവശ്യപ്പെടുന്നെങ്കിൽ പ്രസ്തുത സാഹചര്യത്തിൽ നവവൈദികർ രേഖാമൂലം സമർപ്പിക്കുന്ന അപേക്ഷ അതിരൂപത അധ്യക്ഷൻ വിലയിരുത്തിയായിരിക്കും അനുവാദം നൽകുന്നത്. നിലവിൽ അച്ചടക്ക നടപടികൾക്ക് വിധേയരായ വൈദികരുടെ വിഷയങ്ങൾ കാനോനിക നിയമ സാധ്യതകളുടെ വെളിച്ചത്തിൽ രമ്യമായി പരിഹരിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ ധാരണ പ്രയോഗത്തിൽ വരുന്നതുവരെ കുർബാനയർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് സഭാത്മകമായ പരിഹാരം കൈവരുന്നതിനാൽ സിവിൽ കോടതികളിൽ നിലനിൽക്കുന്ന വ്യവഹാരങ്ങൾ തീർക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള സത്യവാങ്മൂലം അതിരൂപത നേതൃത്വം നൽകുന്നതാണ്. ഏകീകൃത രീതിയിൽ മാത്രം ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ പ്രസ്തുത ക്രമം മാറ്റമില്ലാതെ തുടരുന്നതാണ്. ഈ പള്ളികളിൽ ഏതിലെങ്കിലും നിലവിലുള്ള പ്രശ്നങ്ങൾ ഇടവകയുടെ കൂട്ടായ്മയെ ലക്ഷ്യമാക്കി ചർച്ചകളിലൂടെ രമ്യമായി പരിഹരിക്കുന്നതുമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിലവിലെ കൂരിയ അംഗങ്ങൾ ഈ ക്രമീകരണം നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ ജൂലൈ 3 മുതൽ പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് മാറുന്നതാണെന്നും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കു വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പ് വികാരി മാർ ജോസഫ് പാംബ്ലാനി പിതാവും പുതിയ സർക്കുലറിലൂടെ വ്യക്തമാക്കി.